സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കരട് പട്ടികയിൽ നിന്ന് 53,229 പേരെ ഒഴിവാക്കിയ ശേഷം 2,89,00,000 വോട്ടർമാരുടെ പട്ടികയാണ് പ്രസിദ്ധീകരിക്കുന്നത്. മരിച്ചവർ, വിദേശ പൗരത്വം നേടിയവർ എന്നിവരാണ് ഒഴിവാക്കപ്പെടുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ വ്യക്തമാക്കി. ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേൽ പരാതികൾ സ്വീകരിക്കുകയും നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമുള്ള പട്ടികയാണ് നാളെ പ്രസിദ്ധീകരിക്കുകയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. കരട് പട്ടികയിൽ നിന്നും 53,229 പേർ ഒഴിവാക്കപ്പെടും. മരിച്ചവർ, വിദേശ പൗരത്വം നേടിയവർ എന്നിവരെ ഉൾപ്പെടെയാണ് ഒഴിവാക്കുന്നത്. 2,69,53,644 ഇതാണ് നമ്മുടെ അന്തിമ വോട്ടർ പട്ടികയിൽ വരാൻ പോകുന്ന number of voters. ഇതിലെ പുരുഷന്മാർ 1,31,26,048, സ്ത്രീകൾ ഇതിലെ 1,38,27,319, പിന്നെ തേർഡ് ജെൻഡർ 277. അങ്ങനെ പ്രവാസി വോട്ടർമാർ 2,23,558, സർവീസ് വോട്ടേഴ്സ് 54,110. യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും പങ്കെടുത്തു. അതേസമയം ഉദ്യോഗസ്ഥ മാറ്റത്തിൽ പുതിയ മാനദണ്ഡവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന കളക്ടർമാർ, SP-മാർ, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരെ ജില്ല വിട്ട് നിയമിക്കണമെന്നാണ് ഉത്തരവ്. ഒരു ജില്ലയിൽ 3 വർഷം കഴിഞ്ഞവർ മാറണമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും നിയമിക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു. നിയമിച്ച DYSP-മാരെ അടക്കം മാറ്റി നിയമിക്കേണ്ടത് പോലീസിന് ഇതിനകം കുരുക്കായി കഴിഞ്ഞു. ജനം, തിരുവനന്തപുരം.